ദേശീയ വായനാ ദിനം എന്നാണ്? ജൂൺ 19. രാത്രിമഴ എന്ന കൃതി രചിച്ചതാര്? സുഗതകുമാരി. വായിക്കപ്പെടുന്നത് എന്നർത്ഥമുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. വിങ്സ് ഓഫ് ഫയർ എന്നത് ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാം. രമണൻ എന്ന വിലാപകാവ്യം രചിച്ചതാര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലേത്? പറങ്ങോടി പരിണയം. ഉറൂബ് എന്നത് ആരുടെ തൂലികാനാമമാണ്? PC കുട്ടിക്കൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതാര്? CV രാമൻപിള്ള. തിക്കൊടിയൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? P കുഞ്ഞനന്ദൻ നായർ. ഏത് പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്കാണ് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? ഉത്തരം അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ. മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് രചിച്ച പ്രശസ്തമായ കവിത ഏത്? എൻ്റെ ഗുരുനാഥൻ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ചെറുശ്ശേരി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. വിഷകന്യക എന്ന നോവൽ എഴുതിയത് ആരാണ്? SK പൊറ്റക്കാട്. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏത്? ദേശസേവിനി ഗ്രാമീണ വായനശാല. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏത്? കേരള സാഹിത്യ ചരിത്രം. ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം. സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? M മുകുന്ദൻ. സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ്? മൂലൂർ പത്മനാഭ പണിക്കർ. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം പ്രഭാവർമ്മ. മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? വാൾട്ട് ഡിസ്നി. വായനയിലൂടെ വളരാത്തവൻ മൃഗതുല്യൻ എന്ന് പറഞ്ഞതാര്? വില്യം ഷേക്സ്പിയർ. കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് ആരുടെ കവിതകളാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായിരുന്ന പ്രശസ്ത കവയത്രി ആര്? ഉത്തരം സുഗതകുമാരി.